CSR ഫണ്ട് തട്ടിപ്പിന്റെ വ്യാപ്തി 1000 കോടി കടക്കുമെന്നാണ് നിഗമനം. കണ്ണൂരിലെ കേസിൽ സീഡ് ലീഗൽ അഡ്വൈസറായ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെയും പ്രതി ചേർത്തിരിക്കുകയാണ്. കണ്ണൂരിൽ മാത്രം 2000-ലധികം പരാതികളാണ് അനന്തുകൃഷ്ണനെതിരെ ലഭിച്ചിരിക്കുന്നത്. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. പ്രതി പണം വിദേശത്തേക്ക് കടത്തിയെന്നാണ് സൂചന. അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അർജുൻ കല്യാട്, TV പ്രസാദ്, R റോഷിപാൽ, അലി അക്ബർ ഷാ എന്നിവർ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം അർജുൻ കല്യാടിലേക്ക്. അർജുൻ, ഇന്നലെയാണ് അനന്തുവിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നേതാക്കൾ, അത് കോൺഗ്രസ് നേതാക്കളുമുണ്ട്, BJP നേതാക്കളുമുണ്ട്, വന്നു പോകാറുണ്ട്. അതിൽ AN രാധാകൃഷ്ണന്റെ പേര് പറയുന്നു, അതോടൊപ്പം തന്നെ ലാലി വിൻസന്റെ പേരും പറയുന്നു. ഇപ്പോൾ കണ്ണൂരിലെ കേസിൽ ലാലി വിൻസനെ പ്രതി ചേർത്തിരിക്കുന്നു. എന്താണ് ആ പ്രതി ചേർക്കുമ്പോൾ അവരുടെ പങ്കായി മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, അതായത് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള ലാലി വിൻസെന്റിനെ പ്രതി ചേർത്തിരിക്കുന്നത്. തളിപ്പറമ്പിലുള്ള സീഡ് സൊസൈറ്റിയുടെ സെക്രട്ടറി നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ടൗൺ പോലീസ് അന്വേഷണം നടത്തിയത്. പ്രാഥമികമായി ഇവരുടെ പേരുൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി, അതായത് പരാതിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു, ഇവരുൾപ്പെടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും അത്തരത്തിൽ നിരവധി സംഭവങ്ങളിൽ ഈ ലാലി വിൻസെന്റ് ഉൾപ്പെടെ പങ്കാളികളാവുകയും ചെയ്തു എന്നുള്ള ഈ പരാതിക്കാരൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 7 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 7ാം പ്രതിയാണ്, അല്ലെങ്കിൽ 7ാമതായാണ് ലാലി വിൻസെന്റിനെ പ്രതി ചേർത്തിരിക്കുന്നത്. 2,96,00,000-ലധികം രൂപ ഇവരിൽ നിന്നായി, അതായത് 496ഓളം പേരിൽ നിന്നായി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സീഡ് സൊസൈറ്റിയുടെ സെക്രട്ടറി നൽകിയിട്ടുള്ള പരാതിയിൽ സൂചിപ്പിക്കുന്നത്. അതിന് പുറമെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും നിരവധിയായിട്ടുള്ള പരാതികളുണ്ട്. മയ്യിൽ പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ശ്രീകണ്ഠപുരം, വളപട്ടണം തുടങ്ങിയിട്ടുള്ള സ്റ്റേഷനുകളെല്ലാം 100ഉം 200ഉം പരാതികൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ മാത്രം 187ഓളം പരാതികൾ ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് അധികം പേർ ഇപ്പോൾ പരാതിയുമായി വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഒരു നമുക്ക് കൃത്യമായ രീതിയിൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും വലിയ വ്യാപ്തിയുള്ള ഒരു തട്ടിപ്പാണ് അനന്തുകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള ലാലി വിൻസെന്റ് ഈ ഫ്ളാറ്റിലേക്ക് ഉൾപ്പെടെ എത്തിയിരുന്നു എന്ന് നേരത്തെ തന്നെ ആരോപണമൊക്കെ ഉയർന്നതാണ്. ഈ സൊസൈറ്റിയുടെ ലീഗൽ അഡ്വൈസർ കൂടിയാണ് ലാലി വിൻസെന്റ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ലാലി വിൻസെന്റിനെ കൂടി പ്രതി ചേർത്തുകൊണ്ട് ഒരു കേസെടുക്കാൻ വേണ്ടി പോലീസ് തീരുമാനിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. 7 പേർക്കെതിരെയാണ്. അതിൽ 1ാം പ്രതി അനന്തുകൃഷ്ണൻ തന്നെയാണ്. അതിന് ശേഷം ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന 6ഓളം പേർ ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടു. അതിൽ 7ാമതായിട്ടാണ് ലാലി വിൻസെന്റിനെ കൂടി പോലീസ്. ശരി അർജുൻ കല്യാട്, TV പ്രസാദിലേക്ക് പോകുന്നു. തട്ടിപ്പ് എങ്ങനെയാണ് ഈ അനന്തു നടത്തിയിരിക്കുന്നത്? എങ്ങനെയൊരു മണി ചെയിൻ ലൈനിൽ നടപ്പാക്കാനായി എന്നുള്ളത് അറിയേണ്ടതുണ്ട്. പ്രസാദ്, ഇപ്പോൾ സംസ്ഥാനത്ത് എല്ലാ ഭാഗത്തും തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നപ്പോൾ. കണ്ണൂരിൽ മാത്രം 2.5 കോടിയിലധികം തട്ടിപ്പിന്റെ വിവരങ്ങൾ, പരാതികൾ ഇങ്ങനെ ഒഴുകുകയാണ്. തലസ്ഥാനത്തു നിന്നുള്ള തട്ടിപ്പിന്റെ വിവരങ്ങൾ ഇന്നലെ സുനിഷ നൽകുന്നുണ്ടായിരുന്നു. പ്രസാദ്, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്? ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു ഇയാളെന്ന് വേണം മനസ്സിലാക്കാൻ. ഇയാളുടെ തട്ടിപ്പ് അറിഞ്ഞുകൊണ്ട് സഹകരിക്കുകയായിരുന്നു, അതോ അറിയാതെ സഹകരിക്കുകയായിരുന്നു രാഷ്ട്രീയ നേതാക്കൾ? എന്താണ് ഇപ്പോൾ നമ്മുടെ ഒരു മനസ്സിലാക്കൽ? എങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ രീതി? അശ്മതി, ഇതൊരു പകുതി വിലയ്ക്കുള്ള തട്ടിപ്പ് മണി ചെയിൻ മാതൃകയാണ്. അതായത് ഇതൊരു മണി ചെയിൻ മാതൃക തന്നെയാണ്. മണി ചെയിനിൻ്റെ മാതൃക ഒരുപാട് തട്ടിപ്പ് കമ്പനികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കമ്പനികളെല്ലാം ചെയ്യുന്നത് ആദ്യം ഒരു തുക നിക്ഷേപമായി വാങ്ങും. ആദ്യഘട്ടത്തിൽ നിക്ഷേപിച്ചവർക്കെല്ലാം വലിയ പ്രതിഫലം വാരിക്കോരി നൽകും. പിന്നീട് അതിൻ്റെ പ്രചാരകരാവുന്നത് അവരാണ്. അതായത് വിഹിതം കിട്ടിയവർ പ്രചാരകരാവുന്നു, എനിക്ക് ഇത്രയും വിഹിതം കിട്ടി. അത് കേൾക്കുന്നതോടുകൂടി ഒരു നിയന്ത്രണവുമില്ലാത്ത രീതിയിലേക്ക് വലിയ നിക്ഷേപം ഇത്തരം കമ്പനികളിലേക്ക് വരികയാണ്. അതേ ടെക്നിക്ക് തന്നെയാണ് ഈ അനന്തുകൃഷ്ണനും പ്രയോഗിച്ചതെന്നതാണ് സ്മൃതി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നു. ആ സംഘടനയുടെ രൂപീകരണ ഘട്ടത്തിൽ നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാർ, സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെല്ലാം
നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു കോൺഫെഡറേഷൻ തുടങ്ങുന്നു. എങ്ങനെയോ അതിൻ്റെ ഭാരവാഹിയായി ഈ അനന്തകൃഷ്ണൻ വരികയാണ്. അനന്തകൃഷ്ണൻ്റെ സ്വദേശം സ്മൃതി തൊടുപുഴയ്ക്കടുത്ത് കൊടയത്തൂർ പഞ്ചായത്തിലെ 7-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലമാണ്. 28 വയസ്സ് മാത്രമാണ് അനന്തുവിൻ്റെ പ്രായം. പക്ഷെ വർഷങ്ങളായി അനന്തു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അവിടെ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബിന് സ്പോർട്സ് ഐറ്റംസ് വാങ്ങാൻ എന്ന പേരിലാണ് ആദ്യം നാട്ടുകാരിൽ നിന്ന് പിരിവ് തുടങ്ങുന്നത്. അത് ലക്ഷങ്ങൾ കഴിഞ്ഞതോടുകൂടി അനന്തകൃഷ്ണന് നാട് വിട്ടു പോവേണ്ടി വന്നു. സാധാരണ കുടുംബത്തിലാണ്, സാധാരണ പാവങ്ങളായ മനുഷ്യരാണ് ഈ അനന്തകൃഷ്ണൻ്റെ അച്ഛനും അമ്മയും ഒക്കെ. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ നാട് വിട്ടുപോയി പിന്നീട് പൊങ്ങുമ്പോഴാണ് വലിയ തട്ടിപ്പ്. ഇത് മാത്രമല്ല, ഉത്തരേന്ത്യയിൽ ചാരിറ്റി കേന്ദ്രീകരിച്ച് ഒരുപാട് തട്ടിപ്പ് നടത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, സംസ്ഥാനത്ത് എമ്പാടുമുള്ള NGO സംഘടനകളെ ചേർത്തുകൊണ്ട് ഒരു NGO കോൺഫെഡറേഷൻ ഉണ്ടാക്കുകയും ആ കോൺഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ സമൂഹത്തിൽ വലിയ പിടിപാടുള്ള ആളുകൾ വരികയും ചെയ്തതോടുകൂടിയാണ് അനന്തുവിൻ്റെ തട്ടിപ്പിലുള്ള രാശി തെളിയുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാ ജില്ലയിലും ഓരോ കോർഡിനേറ്റർമാരെ കണ്ടെത്തുന്നു. ആ കോർഡിനേറ്റർമാർ ഓരോ ബ്ലോക്ക് തലത്തിലും ഓരോ സൊസൈറ്റികൾ, സീഡ് സൊസൈറ്റികൾ രൂപീകരിക്കുന്നു. ആ സീഡ് സൊസൈറ്റികളുടെ ഭാഗമായി ഓരോ പഞ്ചായത്തിലേക്കും ഓരോ വാർഡിലേക്കും തട്ടിപ്പ് വ്യാപിപ്പിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 1000 സ്കൂട്ടർ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ 500 സ്കൂട്ടറെങ്കിലും ആദ്യഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്, ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്, ഭക്ഷ്യക്കിറ്റ് കൊടുത്തിട്ടുണ്ട്, വളം കൊടുത്തിട്ടുണ്ട്, പഠനോപകരണം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പകുതി പൈസക്കാണ്. അതായത് ഒരിക്കലും ആരും വിചാരിക്കുന്നില്ല ഇതൊരു തട്ടിപ്പാണെന്ന്. ഇവർ പറയുന്നത് കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് കൊടുക്കുന്നത് എന്നാണ്. ആദ്യം NGO കോൺഫെഡറേഷൻ രൂപീകരിക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. ആദ്യം ടാറ്റയുടേതുൾപ്പെടെയുള്ള കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കിട്ടുകയും അതിൻ്റെ ഭാഗമായി കുറേ പേർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സത്യമാണെന്ന് കരുതി ഒരുപാട് പ്രൊമോട്ടർമാരുണ്ടാവുകയും ഇതിൻ്റെ വലയത്തിലേക്ക് സ്മൃതി സാധാരണക്കാരായ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഉൾപ്പെടെ കുടുങ്ങിപ്പോയി. തിരുവനന്തപുരത്തെ ഒരു കഥ പറഞ്ഞാൽ, തിരുവനന്തപുരത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ 60 വനിതകളെയാണ് പകുതി പണം വാങ്ങിയിട്ട് ഈ 2 വീലർ പദ്ധതിയിലേക്ക് ചേർത്തത്. ആ 60 പേരും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലാണ് നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പെരിങ്കടവിള പഞ്ചായത്തിൽ 724 സ്ത്രീകളിൽ നിന്നാണ് പകുതി പണം വാങ്ങി തയ്യൽ മെഷീൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇത് തിരുവനന്തപുരത്തെ മാത്രം കഥയല്ല, സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഈ മാതൃകയിലാണ് തട്ടിപ്പ്. അതായത് സ്മൃതി, ഇതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇത് പുതിയൊരു മോഡൽ മണി ചെയിൻ തട്ടിപ്പാണ്. 3000 രൂപയുടെ ഓണക്കിറ്റ് 1500 രൂപയ്ക്ക് നൽകുക എന്നടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ആളുകൾക്ക് അതിലേക്ക് താല്പര്യം വരും.